Hello everybody, good evening. എൻ്റെ പേര് ആതിര എന്നാണ്. So I am the founder of Speakerwell. So it's a soft skill and language academy. കുറേ സീരിയസ് ആയിട്ടുള്ള റാം വാക്സ് ആൻഡ് ടോക്സ് എല്ലാം കേട്ട് എല്ലാവരും കുറച്ച് എക്സോസ്റ്റഡ് ബോർഡൊക്കെ ആണോ? എല്ലാവരും കുറച്ച് പേര് ഫോണൊക്കെ നോണ്ടിക്കൊണ്ട് ഗൈസ് യെസ് ഓക്കെ. സോ ബിഫോർ ദാറ്റ് ഞാൻ വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ എന്നൊന്ന് പറഞ്ഞു തരാം. ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഇൻട്രാക്റ്റീവ് സെഷൻ. നമ്മൾ കുറച്ച് ഐ ഹാർഡ്ലി ടേക്ക് സം 15 minutes ഓഫ് യുവർ ടൈം. പക്ഷെ ഒന്ന് സംസാരിച്ചിട്ട് പോവാണ്, ജസ്റ്റ് ഒരു ലെക്ചർ കൊടുത്തിട്ട് പോകാനല്ല ഉദ്ദേശം. സോ ഫസ്റ്റ് സോഫ്റ്റ് സ്കിൽ എന്താന്ന് പറയാം. ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ആൾക്കാരുടെ മുമ്പ് പോയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. It starts from very simple things like looking into the eyes of a person and talking, how to shake hands, how to use a fork, how to like eat properly, what is the dining table ethics, everything. All these things falls under the soft skill. Okay, so onnu ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ to the judges. Yes. So നമ്മൾ എവറി ഡേ ലൈഫിൽ അറൗണ്ട് ലൈക്ക് 40-50% ഇംഗ്ലീഷിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, യൂസ് ചെയ്യുന്നില്ല. യെസ്. സോ എത്ര പേർക്ക് ഇവിടെ വന്ന് നിന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും? നോബഡി. നമ്മൾ മലയാളം ഇസ് എ വെരി ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. മലയാളം ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് അല്ല. ബട്ട് സ്റ്റിൽ ദെൻ നമ്മുടെ എവറി ഡേ ലൈഫിൽ ഒരു 40-50% ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റാത്തത്? പുറത്ത് പോയിട്ട് ഡോക്ടറേറ്റ്സ് ഒക്കെ എടുത്തിട്ട് വന്നവർക്ക് കുറച്ച് പേരുടെ മുമ്പ് നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈവരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾ. വി ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ലേണിംഗ് എ ലാംഗ്വേജ്, ഇറ്റ് ഈസ് ബിക്കമിങ് എ ഗുഡ് സെൽഫ്. നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് സോഫ്റ്റ് സ്കില്ലിൻ്റെ ഒരു കുട്ടി ടോപ്പിക്, ഒരു ചെറിയ ടോപ്പിക് മാത്രം ഇവിടെ കവർ ചെയ്യാം. എംപത്തി, EQ. സോ ഈ ബിഫോർ കോവിഡ് ഒക്കെ EQ, AQ ഒക്കെ വളരെ കുറവായിരുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് IQ, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ. എൻ്റെ കൊച്ചിന് എത്ര IQ, നിൻ്റെ കൊച്ചിന് എത്രയാണ് IQ? നൗ ഇറ്റ് ഹാസ് ബിക്കം മോർ ലൈക്ക് എംപത്തി, EQ ആൻഡ് AQ. EQ is nothing but emotional quotient. ഓക്കെ, സിമ്പിൾ. നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ വരാം. സുധു ചേട്ടാ, ഫുഡിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, വീട്ടിലുണ്ടാക്കിയ ഫുഡിൽ എങ്ങനെയായിരിക്കും ചേട്ടൻ റിയാക്ട് ചെയ്യുന്നത്? മൈക്കിൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല, കുറച്ച് ഉപ്പിട്ട് തരാൻ പറയാത്തേ ഉള്ളൂ. ഓക്കെ, ഉപ്പ് കൂടിപ്പോയാലോ? ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ അടുത്ത ഫുഡിലേക്ക് പോകും. ഉണ്ടാക്കാറില്ല, വേറെ എന്താ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഓക്കെ, അനദർ വൺ. ആരെങ്കിലും ഓഡിയൻസിൽ എൻ്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിബഡി വിളിച്ചോട്ടെ. ആ യെല്ലോ ചുരിദാറിട്ട് കൊച്ച്. യെസ്, സോറി, ഐ ഡോണ്ട് നോ യുവർ നെയിം. യെസ്, ദ വൺ വിത്ത് ദിസ് തിരിഞ്ഞു നോക്കുന്ന. Yes, darling, it's you. Can you please join me here? Yes, can I have one more mic? So now you can join us here on the stage. You need not go to the backstage, yeah. Hello, പേരെന്താ? മലീഹ എന്താ ചെയ്യുന്നത്? ഞാൻ 8th standard student. ഫോൺ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ മലിഹ ജസ്റ്റ് ഇമാജിൻ ചെയ്തോ, മലിഹയുടെ കയ്യിൽ ഫോൺ ഉണ്ട്. ഓക്കെ, ഞാൻ നിന്റെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. മലിഹ ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ ഇങ്ങനെ ഒരു തട്ട്, മലിഹയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ഹൗ വിൽ യു റിയാക്ട്? ഞാൻ ദേഷ്യപ്പെടും. തെറി വിളിക്കില്ല. ഓക്കെ, ദേഷ്യപ്പെട്ട് എന്താ ചെയ്യും? ഓക്കെ, താങ്ക് യു. യെസ്. സോ നമ്മൾ പലരും ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒരു സിനാരിയോയുടെ ഹാഫാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ മലിഹനെ ഇങ്ങനെ തട്ടീന്ന്. imagine I got a call from someone is very serious, emergency hospital irikkuvaanu.
സോ ദാറ്റ് ഈസ് വൈ റഷ് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. റോട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അപ്പം അവൻ്റെ ഫുള്ള് വിളിക്കുക, തെര വിളിക്കുക. സി എംപത്തി സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഹൗസ്. വീട്ടിലെ ഫുഡിൽ ലേശം ഉപ്പ് കൂടി പോയാൽ അറിയാതെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റ്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഓൺ ഫാമിലി. ഇഫ് യു സ്റ്റാർട്ട് ഷോയിങ് എംപത്തി ദർ, നിങ്ങളെ ചുറ്റിയുള്ള ദ സ്മോൾ വേൾഡ് അറൗണ്ട് യു. സി ലോകം ഭയങ്കര വലുതാണ്, പക്ഷെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മളെ ചുറ്റിയുള്ളതാണ്, അല്ലേ? യാ, be kind with the ones who are around you. Show some empathy. Empathy is nothing but standing on their shoes and thinking. അവരുടെ ഷൂസിൽ നിന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് തിങ്ക് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എംപത്തി. സോ ഇതുപോലത്തെ പല കാര്യങ്ങളാണ് ഇസ് വാട്ട് ലൈക്ക് നമ്മൾ സോഫ്റ്റ് സ്കിൽസിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. സോ മോർ ലൈക്ക് ടീം വർക്ക് ആൻഡ് ടൈം മാനേജ്മെന്റ്, എവറിത്തിങ് ടുഗദർ, put up with the language. So currently നമ്മൾ കുറച്ച് 1:1 സെഷൻസ് പ്രൊവൈഡ് ചെയ്യുവാണ്. ലൈക്ക് എവറിബഡി ഫോൾസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലേ ഇംഗ്ലീഷ് പറയാമെന്ന് വെച്ചാൽ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അത്രയും ഇംഗ്ലീഷ് അതൊന്നും അറിയില്ലായിരിക്കും. എവറിബഡി നോട്ട് ഓൺലി ഇംഗ്ലീഷ്, വാട്ട് എവർ ലാംഗ്വേജ് ഇറ്റ് ഇസ്, എവറിബഡി ഫോൾസ് അണ്ടർ ഡിഫറെൻറ്റ് ലെവൽസ്. സോ 1:1 കംപ്ലീറ്റ്ലി പേഴ്സണലൈസ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ പാംപ്ലെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു us. സോ ദിസ് ഇസ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ട്രെയിനിങ്, ദിസ് വിൽ ബി ലൈക്ക് സോഫ്റ്റ് സ്കിൽ ആൻഡ് ലാംഗ്വേജ് ട്രെയിനിങ് currently. Okay, so anything to ask? Do you have something to ask? ആക്ച്വലി ഹാവ് ഇപ്പം നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കുറെ കണക്ട് ചെയ്ത് വന്നല്ലോ. സോ വാട്ട്സ് റിയലി നിങ്ങളുടെ ടീമിന്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളത്? ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ബേസിക്കലി ഒരു മലയാളി അല്ല, ഞാൻ ഐ ഫ്രം തമിഴ്നാടു. ഇന്ന് പോലും എനിക്ക് ലൈക്ക് ഐ ഡോണ്ട് നോ ടു റീഡ് ഓർ റൈറ്റ് മലയാളം. But yeah, I'm very seriously telling. Like I don't know to read or write. ഞാൻ സംസാരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ പഠിച്ചതും എഴുതിയതും was everything like പഠിച്ചത് കംപ്ലീറ്റ്ലി തമിഴാണ്. സോ ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ. ആൻഡ് then I was working in Bangalore. So language learning I was like something very passionate about. പിന്നെ മലയാളം പഠിച്ചത് was like in a very short duration ആണ് ഞാൻ പഠിച്ചെടുത്തത്. So that way of learning, and in addition mainly ഈ കോൺഫിഡൻസും ലാംഗ്വേജ് ലേണിംഗ് എന്നും പറയുന്നത് പാരലലി സൈമൾട്ടേനിയസ്ലി ബിൽഡ് ചെയ്യേണ്ടതെന്നാണ്. സോ പെർട്ടിക്കുലർലി വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, എനിക്ക് മലയാളം പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പീപ്പിൾ ആർ നോട്ട് ഹാവിങ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ്. ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടെ സസ്റ്റെയിൻ ആവാൻ പറ്റുന്നില്ല. ആൻഡ് മോർ ലൈക്ക് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ലേൺ ഇറ്റ്. എന്തിനാ ഞാൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ചെയ്യും, എൻ്റെ അതിലൊരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നില്ല, പുറത്തോട്ട് പോകുന്നുണ്ട്. ലൈക്ക് വി ആർ ലൂസിങ് ഔട്ട് സോ മെനി ടാലൻറ്റ്സ്. ടാലൻറ്റഡ് പീപ്പിൾസ് പുറത്തോട്ട് പോവുകയാണ്, ആരും ഇവിടെ നിൽക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ദാറ്റ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, അതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് സംതിങ് വാട്ട് ഇൻസ്പയർ അസ്. അതൊരു ഡ്രൈവിംഗ് ഫാക്ടർ അല്ലേ? SFCയുടെ കൂടെയുള്ള ജേർണി സോ സ്പെഷ്യൽ. ഞങ്ങൾക്കും അതെ, നിങ്ങളുടെ ഒരു സ്പോൺസർഷിപ്പ് ആണെങ്കിലും ഇറ്റ്സ് സോ സ്പെഷ്യൽ. സോ വാട്ട്സ് അബൌട്ട് ദിസ് കൊളാബറേഷൻ വിത്ത് SFC? So, ഇതിന്റെ main reason, like this is not only about beauty or only about walking. It is more about confidence. Like something. ആദ്യമായിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ like when I saw the kids, the confidence in them, it was mind blowing. Then we thought like it is not only about beauty. It is something where they present themselves confidently. So our confidence എന്നുള്ള ഒറ്റ കാര്യമാണ് it what made us like get collaborated with them. And in addition, Orpatam mentioned ചെയ്യേണ്ടതാണ് കാശിനാഥിനെ കുറിച്ച്. So he's a very good friend of us and the journey is going on and will keep going. സോ ഇംഗ്ലീഷ് ലവർ ആണോ? ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നന്നായി സ്നേഹിക്കുന്ന ഒരാളാണോ? ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സ്നേഹിക്കുന്ന ഒരാളല്ല. ഐ ലവ് ലാംഗ്വേജസ്. ഐ ലവ് ലാംഗ്വേജ് ലേണിംഗ് മോർ ലാംഗ്വേജസ്, നോട്ട് ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ, സ്നേഹിക്കുന്നതെല്ലാം എപ്പോഴും കോൺഫിഡൻസ് ആണ്, പ്രസന്റിങ് ആ സെൽഫ് ആണ്. ലാംഗ്വേജസ് അല്ലേ? സോ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഇപ്പം തമിഴ് മലയാളം ഒരു മൾട്ടി ലിംഗ്വൽ പേഴ്സൺ ആണ്. സോ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് വേർഡ്സ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഏതൊക്കെയായിരിക്കും? വേർഡ്സ്, ഇഷ്ടമുള്ള വാക്കുകൾ ഫ്രം മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. വേറെ തെലുങ്ക് ഏതൊക്കെ ഭാഷ അറിയാം? I don't like understand Telugu and Kannada, but I don't talk much. കുറച്ച് അതും അറിയാം. ഓക്കെ, മൾട്ടി ടാലന്റഡ്. ഓക്കെ, സോ വേർഡ്സ് ഒന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷിലെ ഫേവറേറ്റ് വേർഡ്സ്, മലയാളത്തിൽ ഏതൊക്കെയാണ് ഇഷ്ടമുള്ള വാക്കുകൾ? It's always like kind, same like sneham, ishtam, those things only. Be kind,
like always understand others, be kind to others. Kindness can build a beautiful world. That is those are my favorite. സോ തമിഴിലാണ് ഗ്രോവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴ്നാടുമാണ്. സോ നമുക്ക് കുറച്ച് തമിഴ് കൂടി കേട്ടിട്ട് പോലെ എന്തായാലും ഷീസ് എന്താ പ്രസന്റിങ് സ്കിൽസ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളൊക്കെ കയ്യിലെടുത്ത് കുറച്ച് നേരം കൊണ്ടല്ലേ. സോ നല്ലൊരു കൈഡിയും കൂടി സമ്മാനിക്കാം നമുക്ക് ഇവരുടെ ടീമിന്. സോ എന്തായാലും തമിഴിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Definitely. ஸோ தமிழில் சொல்லணும்னா எஸ், பிறந்து வளர்ந்தது எவ்ரிதிங் லைக் தமிழ் தான், படித்ததும் தமிழ் தான். சென்னை பேசிக்லி சென்னை தான் எல்லாமே. ஸோ தமிழ் ரொம்ப மிஸ் பண்ணுறேன், லைக் தமிழ்நாடு. தட் இஸ் ஆல் அபவுட். தேங்க்யூ ஸோ மச். யா യെസ്, താങ്ക് യു സോ മച്ച് ഫോർ Thank you ജോയിനിങ് guys. ആൻഡ് ഷെയറിങ്. That's it. യെസ്, നല്ലൊരു കൈഡി സമ്മാനിച്ചു നമുക്ക് അവരെ വേദിയിലേക്ക് അയക്കാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ബീയിങ് എ ഗ്രേറ്റ് co-pivot for us.